വെൽക്കം, തഹമനാണ്. ബയോകെമിസ്ട്രി ബയോളജിക്കൽ ഓക്സിഡേഷൻ സീരീസിൽ ഈ വീഡിയോ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അതിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഓൾസോ വിൽ ടോക്ക് അബൌട്ട് കപ്ലേഴ്സ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. സോ ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ പറയാം. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്താണ് എന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്കിപ്പോൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ദിസ് പ്രോസസ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ ആദ്യത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 1 ആണ്. നമുക്കറിയാം കോംപ്ലക്സ് 1 ഒന്ന് വരച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് 1 ഇതാണ് കോംപ്ലക്സ് 1. കോംപ്ലക്സ് 1ൽ എന്താണ് സംഭവിക്കുക? NADH-ൽ നിന്ന് ഇലക്ട്രോൺ ആദ്യം FMN-ലേക്ക് വന്നു, അത് FMNH2 ആയി മാറുന്നു. ദെൻ അത് അയൺ സൾഫർ കോംപ്ലക്സ് വഴി അത് കോഎൻസൈം Q അല്ലെങ്കിൽ യുബിക്വിനോണിലേക്ക് ഇലക്ട്രോൺ എത്തുന്നു. അപ്പോൾ 4H+ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്, 4 പ്രോട്ടോൺ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട് എന്ന് കൂടി ഓർക്കുക. ആൻഡ് ഈ പ്രോസസ്സിനെ തടയുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ഒന്ന് ബാർബിറ്റുറേറ്റ്സ് ആണ്. ബാർബിറ്റുറേറ്റ്സ് വിഭാഗം മരുന്നുകൾ, ബാർബിറ്റുറേറ്റ്സ് എന്ന് വെച്ചാൽ സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ആന്റി കൺവൽസൻ വിഭാഗം മരുന്നുകളാണ്. ആൻഡ് ഇതിലെ അമോബാർബിറ്റാൽ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ റോട്ടിനോൺ ആണ് അടുത്തത്. റോട്ടിനോൺ എന്ന് പറയുന്നത് ഒരു ഫിഷ് പോയിസൺ ആണ്, റോട്ടിനോൺ. ദെൻ പിയർസിഡിൻ, പിയർസിഡിൻ A എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്, കെമിക്കലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആള്. ദെൻ പിന്നെ ഉള്ളത് ക്ലോർപ്രൊമാസിൻ ആണ്. ക്ലോർപ്രൊമാസിൻ എന്ന് പറയുന്നത് ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് മരുന്നാണ് എന്ന് നമുക്കറിയാം. സോ ഇതിനെല്ലാം ഈ കോംപ്ലക്സ് 1നെ, ഇത് കോംപ്ലക്സ് 1 ആണ്, കോംപ്ലക്സ് 1നെ ഇൻഹിബിറ്റ് ചെയ്യാം. ബട്ട് ഇനി കോംപ്ലക്സ് 2 ഈസ് എന്തായിരുന്നു? സക്സിനേറ്റ് ഡിഹൈഡ്രോജിനേസ് എന്ന് വിളിക്കാം. സോ ഇനി സക്സിനേറ്റ്, അപ്പോൾ സക്സിനേറ്റ് അത് FAD H2 ആയിട്ട് മാറുന്നു, ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് പോകുന്നു. ദെൻ വീണ്ടും അയൺ സൾഫർ കോംപ്ലക്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നത് വീണ്ടും കോഎൻസൈം Q അല്ലെങ്കിൽ യുബിക്വിനോണിലേക്ക് തന്നെയാണ്. സോ ഇതാണ് കോംപ്ലക്സ് 2. ആൻഡ് ഇതിനെ തടയുന്ന പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് കാർബോക്സിൻ ആണ്. സോ കാർബോക്സിൻ എന്ന് പറയുന്ന മരുന്നിനെ ഇത് തടയാൻ പറ്റും. രണ്ടാമത്തെ ആള് TTFA ആണ്. TTFA ഓർ ട്രൈഇനോയിൽ ട്രൈഫ്ലൂറോ ആസിറ്റോൺ ആണ് TTFA. മറ്റൊരു പ്രധാനി മലോണൈറ്റ് ആണ്. മലോണൈറ്റ് സക്സിനേറ്റ് ഡിഹൈഡ്രോജിനേസ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ആണ് എന്ന് നമ്മൾ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാണ്. സോ ഈ 3 മരുന്നുകൾ അല്ലെങ്കിൽ ഈ 3 കെമിക്കൽസ് ആണ് കോംപ്ലക്സ് 2 ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ തടയുന്നത്. മൂന്നാമത്തെ കോംപ്ലക്സ് 3 ആണ്. കോംപ്ലക്സ് 3 എന്ന് പറയുമ്പോൾ കോഎൻസൈം Qൽ നിന്ന് ഇലക്ട്രോൺ സൈറ്റോക്രോം Cയിലേക്കാണ് കൊടുക്കുക, സൈറ്റോക്രോം Cയിലേക്ക് കൊടുക്കുന്നതാണ്. സോ അപ്പോൾ അതിനിടയിൽ സൈറ്റോക്രോം B ഉണ്ട് കോംപ്ലക്സിനകത്ത്, ദെൻ സൈറ്റോക്രോം C1 ഉണ്ട്, ദെൻ ഓൾസോ ഫെറസ് സൾഫർ കോംപ്ലക്സും ഉള്ള സംഭവമാണ്. സോ ഇവിടെയും 4H+ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട് എന്ന് ഓർക്കുക, പ്രോട്ടോൺ പുറന്തള്ളുന്നുണ്ട്. ആൻഡ് ഇതിനെ തടയുന്ന കോംപ്ലക്സ് 3യെ തടയുന്നത് ഒന്ന് ആന്റിമൈസിൻ ആണ്. ആന്റിമൈസിൻ A എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. ദെൻ പിന്നെ ഉള്ളത് BAL ഓർ ബ്രിട്ടീഷ് ആന്റി ലെവിസിറ്റ് എന്ന് പറയുന്ന ചീലേറ്റിംഗ് ഡ്രഗ് ആണ്. ദെൻ നാഫ്തോക്വിനോൺ ഈസ് അനദർ വൺ. നാഫ്തോക്വിനോൺ എന്ന് പറയുന്നതിന് തടയാം. ദെൻ പിന്നെ ഉള്ളത് നമ്മുടെ ആന്റി ഡയബറ്റിക്കിലെ ഫെൻഫോർമിന് ഇത് തടയാൻ പറ്റും എന്നാണ് നമ്മൾ പറയാം. ദെൻ മിക്സോതയാസോൾ എന്ന് പറയുന്ന ഒരു ബയോട്ടിക് ഉണ്ട്, മിക്സോതയാസോൾ. സോ ഇതിനെല്ലാമാണ് കോംപ്ലക്സ് 3A തടയാൻ പറ്റുന്ന കെമിക്കൽസ്. ഇനി നാലാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് സൈറ്റോക്രോം ഓക്സിഡേസ് ആണ്. അത് സൈറ്റോക്രോം Cയിൽ നിന്ന് ഇലക്ട്രോൺ ഇവിടെ അവസാനം ഓക്സിജനിലേക്ക് കൈമാറുന്നതാണ്. ആൻഡ് ഇവിടെ സൈറ്റോക്രോം A ഉണ്ട്, സൈറ്റോക്രോം A3 കോംപ്ലക്സ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ അയൺ സൾഫർ കോംപ്ലക്സ് ഉണ്ട്, ആൻഡ് ഓൾസോ കോപ്പർ കോംപ്ലക്സും ഉണ്ട്. ആൻഡ് ഇവിടെ 2H+നെയാണ് പുറത്തുള്ളത്, 2 പ്രോട്ടോൺ പുറത്തേക്ക് തള്ളുന്നുണ്ട്. ആൻഡ് ഇതിനെ തടയുന്നത് പ്രധാനപ്പെട്ടത് ഗ്യാസുകളാണ്. ഗ്യാസസ് എന്ന് പറയുമ്പോൾ കാർബൺ മോണോക്സൈഡ് ആണ് ഒരു പ്രധാനപ്പെട്ടത്. ദെൻ ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് അനദർ വൺ. പിന്നീട് അസൈഡ്സിന് തടയാം. ദെൻ സയനൈഡ്സ് പോലുള്ളവ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഈ കോംപ്ലക്സ് 4നെ തടയുന്ന സംഭവങ്ങളാണ്, കെമിക്കൽസ് ആണ്. ആൻഡ് ഇനി കോംപ്ലക്സ് 5 അല്ലെങ്കിൽ ATP സിന്തേസ് ആണ്. കോംപ്ലക്സ് 5 ഞാൻ വരച്ചു കഴിഞ്ഞാൽ ATP സിന്തേസ് ഒരു F0 സബ് യൂണിറ്റ് ഉണ്ട്. ദെൻ പിന്നെ ഉള്ളത് F1 സബ് യൂണിറ്റ് ആണ്. F1 സബ് യൂണിറ്റ് നമ്മൾ ഇങ്ങനെ ഒരു മോട്ടോർ പോലെയാണ് വരയ്ക്കുക, വേൾഡ് സ്മോളസ്റ്റ് മോട്ടോർ ആണ്. ആൻഡ് ഇതിലൂടെ H+ അകത്തേക്ക് പോകും. അവിടെ ADP+ ADPയിൽ ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിച്ചിട്ട് അതിനെ ATP ആക്കുന്ന സംഭവമാണ് ദിസ് കോംപ്ലക്സ് 5 ഓർ ATP സിന്തേസ്. സോ ഇതിനെ തടയുന്നത് ഒന്ന് ഒലിഗോമൈസിൻ ആണ് ഒരെണ്ണം. ആൻഡ് ഇത് F1 ATPase ഇവിടെയാണ് പ്രവർത്തിക്കുക. FO ഒരു സബ് യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ട് അതിനെ തടയും. രണ്ടാമത്തത് അട്രാക്ടൈലോസൈഡ് ആണ്. അട്രാക്ടൈലോസൈഡ് ഇൻഹിബിറ്റ് ട്രാൻസ്ലോക്കേഷൻ ഓഫ് ADP ആൻഡ് ഫോസ്ഫേറ്റ്. ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും തടയുക. പിന്നെ ഒരെണ്ണം ഓറോവെർട്ടിൻ എന്ന് പറയുന്ന സംഭവമാണ്. ആൻഡ് ഇത് F1 സബ് യൂണിറ്റിലാണ്.
പിന്നെ ഒരെണ്ണം DCCD ആണ്. DCCD എന്ന് വെച്ചാൽ ഡൈസൈക്ലോഹെക്സൈൽ കാർബിഡോഡൈഅമൈഡ് ആണ് DCCD. സോ ഇതെല്ലാമാണ് ഈ പ്രോസസ്സുകളെ തടയുന്നത്. പിന്നെ നമുക്ക് പറയേണ്ടത് അൺകപ്ലേഴ്സ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആൻഡ് ETCയെയും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിപാടി അങ്ങ് കട്ട് ചെയ്യുന്നതാണ് അൺകപ്ലേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇവിടെ H+ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. H+ പമ്പുകൾ വഴി ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്, ഇതാണ് മാട്രിക്സ്. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രേനിയസ് സ്പേസ്, ഇവിടെ ഇന്റർ മെംബ്രേനിയസ് സ്പേസിനകത്തേക്കാണ് H+ പുറന്തള്ളുക. അപ്പോഴാണ് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഈ പ്രോട്ടോണിനെ ഇതിനകത്തേക്ക് കടക്കാൻ പറ്റുമോ? കടക്കാൻ പറ്റില്ല. കാരണം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഈസ് നോട്ട് പെർമിയബിൾ ടു H+നെ കടന്നു പോകാനായിട്ട് സമ്മതിക്കില്ല. സോ അൺകപ്ലേഴ്സ് എന്താ ചെയ്യുക? അൺകപ്ലേഴ്സ് ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനെ ഇപ്പോൾ ഫ്രീ ആയിട്ട് അതിന്റെ പ്രോട്ടോൺസിന്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ അൺകപ്ലേഴ്സ് എന്ന് പറയാം. സോ പ്രോട്ടോൺ ഫ്രീ ആയിട്ട് അകത്തേക്ക് കയറുമ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിലൂടെ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമില്ല. സോ നോ ATP പ്രൊഡക്ഷൻ. സോ ദേ അൺകപ്പിൾ ഓക്സിഡേറ്റീവ് പ്രോസസ് ഫ്രം ഫോസ്ഫോറിലേഷൻ പ്രോസസ്. ആൻഡ് രണ്ട് തരം വിവിധ അൺകപ്ലേഴ്സ് ഉണ്ട്. ഒന്ന് ഫിസിയോളജിക്കലാണ്. ഫിസിയോളജിക്കൽ അൺകപ്ലേഴ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ തൈറോക്സിൻ എന്ന് പറയുന്ന നമ്മുടെ തൈറോയ്ഡ് ഹോർമോണാണ് ഒരെണ്ണം. ദെൻ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന് തടയാൻ പറ്റും. ദെൻ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ തടയാൻ പറ്റും. പിന്നെ ഒരെണ്ണം പ്രധാനം തെർമോജെനിൻ ആണ്. തെർമോജെനിൻ എന്ന് പറയുന്നത് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂലുള്ള ഒരു സംഭവമാണ്. ന്യൂ ബോൺസിന് ഇത് കൂടുതലാണ്. സോ ATP പ്രൊഡക്ഷൻ വേറെ അപ്പം എന്തായിരിക്കും ഉണ്ടാവുക? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റ് ആണ്. സോ ഇറ്റ് ജനറേറ്റ് ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. നോ ATP പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് ഫിസിയോളജിക്കലാണ്. അല്ലാത്ത മറ്റ് കെമിക്കൽസ് ഉദാഹരണത്തിന് 2,4-ഡൈനൈട്രോഫിനോളിന് ഇത് ചെയ്യാൻ പറ്റും. ദെൻ 2,4-ഡൈനൈട്രോ തന്നെയാണ് ക്രിസോൾ ആണ്. ഫിനോളിന് പകരം ക്രിസോൾ ആണെന്ന് പറയാം. ദെൻ പെന്റാക്ലോറോക്കിൻ ഈസ് അനദർ വൺ. പെന്റാക്ലോറോക്കിൻ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് FCCP എന്ന് പറയുന്ന കെമിക്കലാണ്. ഫ്ലൂറോ കാർബൈൽ സയനൈഡ് ഫിനൈൽ ഹൈഡ്രജൻ ആണ് FCCP. ദെൻ ഹൈ ഡോസ് ഓഫ് ആസ്പിരിൻ ഉയർന്ന തോതിൽ ഇത് ചെയ്യാൻ പറ്റും. ഡൈക്കംറോളിന്, കാൽഷ്യം ഡൈക്കംറോളിനൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ആണോഫോഴ്സ് ആണ്. ആണോഫോഴ്സ് കമ്പൈൻഡ് വിത്ത് പൊട്ടാസ്യം ആയിട്ട് ചേർന്നിട്ടുള്ള ആണോഫോഴ്സ്. ഉദാഹരണത്തിന് വാലിനോമൈസിൻ പോലെയുള്ള ആന്റിബയോട്ടിക്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് അൺകപ്ലേഴ്സ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആൻഡ് ഫോസ്ഫോറിലേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.